ഇതൊന്ന് കണ്ടോക്കിയാ. മമ്പുറം സെയ്തലവി തങ്ങളുടെ കാലം മുതലേ തുടങ്ങിയ സൗഹൃദം. ഇങ്ങനൊരു ഉത്സവം കേരളത്തിൽ മറ്റൊരിടത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തോറ്റംപാട്ടിന്റെയും ചില പ്രാചീന രേഖകളുടെയും അടിസ്ഥാനത്തിൽ 18ഓ 19ഓ നൂറ്റാണ്ടിൽ തുടങ്ങിയ സൗഹൃദം മലബാറിന്റെ സാംസ്കാരിക ചരിത്രത്തിന് വർഗീയതയ്ക്കോ ഭിന്നതയ്ക്കോ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന ഒരു ഉത്സവം. ഒരു മുസ്ലിം ആത്മീയ കേന്ദ്രത്തെയും ഹൈന്ദവ ക്ഷേത്രത്തെയും പരസ്പരം കോർത്തിണക്കുന്ന ആചാരങ്ങൾ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തെ ഓർമ്മിപ്പിക്കുന്ന ഉത്സവം. ഈ ഉത്സവം ആരംഭിക്കുന്നത് മമ്പുറം ദർഗയിൽ നിന്നുമാണ്. എല്ലാ വർഷവും വെള്ളിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന ഈ ഉത്സവം വെള്ളിയാഴ്ചകളിലെ മുസ്ലിം പള്ളിയിലെ ജുമുഅ നമസ്കാരത്തിന് ശേഷം തുടങ്ങുന്ന ഒരു ഉത്സവം. ഇത് ഈ നാടിന്റെ സംസ്കാരമാണ്. ഇവിടെ ഇങ്ങനെയാണ് ഉത്സവത്തിന് ശേഷം കാലവർഷ ആരംഭം തുടങ്ങുമെന്ന ഐതിഹ്യമുള്ള ഉത്സവം. ഈ ഉത്സവത്തിന് മതത്തിന് പ്രാധാന്യമില്ല. വെൽക്കം ബാക്ക് ടു മലപ്പുറം ജില്ലയിലെ കളിയാട മഹോത്സവം. ഇത് മലപ്പുറത്ത് മമ്പുറത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ വർഗീയത പറയുന്ന, അത് ഏത് മതക്കാരനാണെങ്കിലും വർഗീയത പറയുന്നവർക്കൊക്കെ കണ്ണിൽ കരട് ചാടുന്നൊരു നിമിഷമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ. പക്ഷേ നമ്മളുടെ കേരളത്തിന് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ, അത് ഹിന്ദു ആയാലും മുസ്ലിം, പല ആൾക്കാരിപ്പോൾ വർഗീയത പറയുന്നവർ പറയുന്നുണ്ട് നിങ്ങളുടെ ദർഗയിലോ അല്ലെങ്കിൽ നിങ്ങളെ പള്ളിയിലോ ഇതുമാതിരത്തെ ഒരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നുള്ളത്. ഇത് നിങ്ങൾ കാണി. മുമ്പ് തിരുവനന്തപുരത്ത് പരിപാടി നടന്നപ്പോഴും അവിടെയും പള്ളിയിലാണ് അവർക്ക് ഉറങ്ങാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ തിരുനാവായ കുംഭകോളം എന്തോ നടത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പള്ളിയിലാണ് അവിടെ പോലീസുകാർക്കും അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഇരിക്കാനും കെടുക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത്. ഇത് നമ്മളുടെ കേരളത്തിൻ്റെ ഈ ഒരു സംസ്കാരത്തെ ഭയപ്പെടുന്നവരുണ്ട്. അതെന്തിനാണെന്നറിയോ? അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റൂല ഈ ഒരു മതസൗഹാർദ്ദം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, അവർ വർഗീയത തുപ്പുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അത് തന്നെയാണ്. ഉള്ളിൽ വിഷമുള്ളവർ എല്ലാ മതങ്ങളിലും ഉണ്ടാവും. അവരവരെ മതക്കാർ തന്നെ അങ്ങോട്ട് പുറം തള്ളിക്കഴിഞ്ഞാൽ നമ്മളുടെ കേരളം സുന്ദരമാണ്. മറ്റുള്ളവർക്ക് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ മതസൗഹാർദ്ദം ഇല്ലാതാക്കുകയാണ്. അതാണ് അവരുടെ ഭയവും.